എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ്. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ഏത് സമയവും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോണ്ടക്റ്റ് റൂൾസ് 1960 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ റൂൾസ് ഒന്നൊന്നായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏതൊരു ഗവൺമെൻറ് സർവൻറ്റും സ്വന്തം കാര്യമായി കരുതി മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ റൂൾസൊക്കെ വയലേറ്റ് ചെയ്താൽ അവരെയൊക്കെ സബ്ജക്റ്റഡ് ടു ഡിസിപ്ലിനറി ആക്ഷനാണ്. അപ്പോൾ അത് ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് കൃത്യമായി ഈ റൂളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് റൂള് ഒന്നൊന്നായി പരിശോധിക്കാം. ദി കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960 is based on the proviso to Article 309 of the Constitution of India. The rules are published in GOP dated 5/1/1960. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ അക്കൗണ്ട്സ് എടുത്തപ്പോഴും ബഡ്ജറ്റ് പഠിപ്പിച്ചപ്പോഴും ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തതിനനുസരിച്ച് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960ലും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രതിപാദിച്ചിരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ ഗവൺമെൻറ് ജീവനക്കാരനെയും ബാധകമാക്കിയിട്ടുള്ള ഈ റൂൾസ് പബ്ലിഷ് ചെയ്തത്. അത് ഗവൺമെൻറ് ഓഫ് കേരള പബ്ലിഷ് ചെയ്തത് 5/1/1960 അന്ന് മുതൽ ഈ റൂള് പ്രസക്തമാണ്, പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നർത്ഥം. റൂൾ 1-2 These rules apply to all government servants, but the provisions in Rule 76 to 79 shall not apply to employees in the subordinate service in government-owned industrial concerns. ഇപ്പോൾ ഒരു റൂള് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ എന്നുള്ളതാണ്. ഒരു റൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഈ കോണ്ടക്ട് റൂൾസ് 1960 is applicable to all the government servants alike. എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഈ നിയമങ്ങൾ, ചട്ടങ്ങൾ ഒന്നുപോലെ ബാധകമാണ് എന്നർത്ഥം. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് ഓൺഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസിൽ സബോർഡിനേറ്റ് സർവീസിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള 76 മുതൽ 79 വരെയുള്ള ചട്ടങ്ങൾ ബാധകമല്ല എന്നർത്ഥം. അടുത്തത് റൂൾ 2ൽ കുറച്ച് ഡെഫിനിഷൻസാണ് ഇതിലും പറയുന്നത്. ഏറ്റവും പ്രധാനം, ഹു ഈസ് എ ഗവൺമെൻറ് സർവൻറ്റ്? എ ഗവൺമെൻറ് സർവൻറ്റ് മീൻസ് എനി പേഴ്സൺ ഇൻ ദ സർവീസ് ഓഫ് ദി ഗവൺമെൻറ് അണ്ടർ ഇറ്റ്സ് റൂൾ മേക്കിംഗ് കൺട്രോൾ, വെദർ ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോറിൻ സർവീസ് ഓർ നോട്ട്. അതായത് ഒരു ഗവൺമെൻറ് സർവൻ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റൂൾസിന് വിധേയമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഗവൺമെൻറ് സർവൻറ്റ്. ഈവൻ ഇഫ് ദേ ആർ ഇൻ ഫോറിൻ സർവീസ്. അവരൊരു ഫോറിൻ സർവീസിലാണ്, മറ്റൊരു സ്ഥാപനത്തിലാണ് ഗവൺമെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ ടു ഫോറിൻ സർവീസ് പോയിരിക്കുകയാണെങ്കിലും ആ പീരീഡും ഈ കോണ്ടക്ട് റൂൾസ് ബാധകമാണ് എന്നർത്ഥം. ദെൻ മെമ്പർ ഓഫ് എ ഗവൺമെൻറ് സർവൻസ് ഫാമിലി. ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കാം. ദ വൈഫ്, ചൈൽഡ് ഓർ സ്റ്റെപ്പ് ചൈൽഡ് ഓഫ് ദി ഗവൺമെൻറ് സർവൻറ്റ്. ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടികൾ, വെദർ റിസൈഡിങ് വിത്ത് ഹിം ഓർ നോട്ട്, അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നു അല്ലെങ്കിലും ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഇൻ ദ കേസ് ഓഫ് എ ഗവൺമെൻറ് സർവൻറ്റ് ഹു ഈസ് എ വുമൺ, ദ ഹസ്ബൻഡ് റിസൈഡിങ് വിത്ത് ഹെർ ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹെർ. അതുപോലെ തന്നെ ഒരു ജീവനക്കാരിയുടെ കേസിൽ അവരുടെ ഹസ്ബൻഡ് അവരോടൊപ്പം താമസിക്കുകയും അവരെ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹവും ഈ ഫാമിലിയുടെ ഡെഫിനിഷനിൽ വരും. Any other person related, whether by blood or marriage, to the government servant or to such a government servant's wife or husband, and wholly dependent upon such government servant. അതുപോലെ തന്നെ
അവരെ ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബൈ മാരേജ് ആണെങ്കിലും ആശ്രയിച്ച് കഴിയുന്ന ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ ആശ്രയിച്ച് കഴിയുന്ന ഏതൊരാളും ഈ ഫാമിലിയുടെ ഡെഫിനിഷനിൽ വരും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരാണ്? എ വൈഫ് ഓർ ഹസ്ബൻഡ് ലീഗലി സെപ്പറേറ്റഡ്, നിയമപരമായി പിരിഞ്ഞു കഴിയുന്ന ഭാര്യയും ഭർത്താവും ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരെ ഈ കൂട്ടത്തിൽ പെടുത്തില്ല. ദെൻ ചൈൽഡ് ഓർ സ്റ്റെപ്പ് ചൈൽഡ് ഹു ഈസ് നോ ലോങ്ങർ ഇൻ എനി വേ ഡിപ്പെൻഡൻ്റ് അപ്പോൺ ഹിം, ഒരു കുട്ടി അല്ലെങ്കിൽ സ്റ്റെപ്പ് ചൈൽഡ് അദ്ദേഹത്തെ നിയമപരമായി അല്ലെങ്കിൽ പൂർണ്ണമായും ഡിപ്പെൻഡൻ്റ് അല്ല എങ്കിൽ, ഓർ ഹൂസ് കസ്റ്റഡി ഓഫ് ദി ഗവൺമെൻറ് സർവൻറ്റ് ഹാസ് ബീൻ ഡിപ്രൈവ്ഡ് ബൈ ലോ, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് സർവൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വെളിയിലാണ് നിയമപരമായി ആ കുട്ടിയെങ്കിൽ അതും ആ ആളും ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിരിക്കില്ല എന്നർത്ഥം. ദെൻ സർവീസ് അസോസിയേഷൻ ഇൻക്ലൂഡ്സ് എ ഫെഡറേഷൻ ഓർ കോൺഫെഡറേഷൻ ഓഫ് സർവീസ് അസോസിയേഷൻസ്. എന്താണ് ഇതും? ഈ സർവീസ് അസോസിയേഷൻസും ഒക്കെ കോൺട്രാക്ട് റൂൾസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഒന്നിലൊരു ഫെഡറേഷൻ അല്ലെങ്കിൽ പല സംഘടനകളുടെ കൂട്ടായ്മ, ഇതുമൊക്കെ സർവീസ് അസോസിയേഷൻ്റെ പരിധിയിൽ വരും എന്നർത്ഥം. അടുത്ത റൂൾ 3 ആണ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി. എവറി ഗവൺമെൻറ് സർവൻറ്റ് ഷാൽ അറ്റ് ഓൾ ടൈംസ് മെയിൻറ്റെയിൻ അബ്സല്യൂട്ട് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിവോഷൻ ടു ഡ്യൂട്ടി. അതായത് ഒരു ഗവൺമെൻറ് സർവൻറ്റിന് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യം അദ്ദേഹം എന്തുമാത്രം സത്യസന്ധതയോടുകൂടിയാണ് പൊതുപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നത്, അതുപോലെ എന്തുമാത്രം ഡിവോഷനോടുകൂടി അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ടു ഡ്യൂട്ടി, അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത റൂൾ 4, എംപ്ലോയ്മെൻറ്റ് ഓഫ് നിയർ റിലേറ്റീവ്സ് ഓഫ് ഗവൺമെൻറ് സർവൻറ്റ് ഇൻ പ്രൈവറ്റ് ഫേംസ് എൻജോയിങ് പേട്രണേജ്. No government servant shall accept with the previous sanction of the government, permit his son, daughter or dependent to accept employment with any private firm with which he has official dealings. അതായത് ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ഡിപ്പെൻഡൻസ് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി കൂടാതെ ഒരു പ്രൈവറ്റ് ഫേമിലാണെങ്കിൽ പോലും ഒരു ജോലി സ്വീകരിക്കുന്നത് ശരിയായ നടപടികളല്ല. ഹി ഷുഡ് ഗെറ്റ് ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്നർത്ഥം. ഓർ വിത്ത് എനി അതർ ഫേം ഹാവിങ് ഒഫീഷ്യൽ ഡീലിങ്സ് വിത്ത് ദി ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ്റുമായിട്ട് ഒരു തരത്തിൽ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ചട്ടം ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നത്. ഇഫ് ദി അപ്പോയിൻമെൻറ്റ് ഈസ് ഓർഡേഡ് കൺസിഡേർഡ് അർജൻറ്റ്, ദ മാറ്റർ ഷാൽ ബി റിപ്പോർട്ടഡ് ടു ഗവൺമെൻറ്. ഇനി വളരെ പെട്ടെന്നുള്ള ഒരു നിയമനമാണ്, അർജൻറ്റായിട്ടാണ്, അത്യാവശ്യമായ ഒരു പരിതസ്ഥിതിയിലാണ് അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ദാറ്റ് മാറ്റർ ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ഗവൺമെൻറ്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കണം. ഓർ ഇറ്റ് മേ ബി അക്സെപ്റ്റഡ് പ്രൊവിഷണലി സബ്ജക്റ്റ് ടു ദ പെർമിഷൻ ഓഫ് ദി ഗവൺമെൻറ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അന്തിമമായ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കണം അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുക എന്നർത്ഥം. ദെൻ റൂൾ 5, ആപ്ലിക്കബിലിറ്റി ഓഫ് റൂൾസ് ടു അഡ്വക്കേറ്റ് ജനറൽ. അതേസമയം ഒരു അഡ്വക്കേറ്റ് ജനറലായിട്ട് ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഈ മുകളിൽ പറഞ്ഞ ചട്ടം ബാധകമല്ല. ദ റൂൾസ് ഡു നോട്ട് അപ്ലൈ ടു ദി അഡ്വക്കേറ്റ് ജനറൽ അൺലെസ് ദേ ആർ സ്പെഷ്യലി മെൻഷൻ. അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ അപ്പോയിൻമെൻറ്റിൽ ഇക്കാര്യം ബാധകമല്ല എന്നർത്ഥം. ദെൻ റൂൾ 6, ഗിഫ്റ്റ്, ഗ്രാറ്റുവിറ്റി ഓർ റിവാർഡ്. No government servant shall accept with the previous sanction of government, accept or permit any member of his family to accept directly or indirectly on his or on behalf of another person any gift, gratuity or reward from a person not related to him. അതായത് ഒരു ഗവൺമെൻറ് സർവൻ്റ് ഒരിക്കലും മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഒരു സംഭാവനയോ അല്ലെങ്കിൽ ഒരു സമ്മാനമോ അങ്ങനെയുള്ള ഒരു ഔദാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഒരിക്കലും വാങ്ങാൻ പാടില്ല, ഒരു റിവാർഡ് വാങ്ങാൻ പാടില്ല. കാരണം അതൊക്കെ ആ ഗവൺമെൻറ് സർവൻറ്റിനെ അയാൾക്ക് വിധേയനാക്കാൻ സാധ്യതയുള്ള നടപടികളാണെന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് ഇങ്ങനെ ഒരു റൂള് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നേരിട്ടോ
അല്ലാതെ ഇപ്പം ഞാനൊന്നും വാങ്ങിയില്ല, വൈഫിൻ്റെ കൈ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിലും ഇറ്റ് ഈസ് ഈക്വലി എ ക്രൈം. അതല്ല ഞാൻ കൈപ്പറ്റിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ ഗവൺമെൻറ് സർവൻസ് ഷുഡ് നോട്ട് അക്സെപ്റ്റ് അവാർഡ്സ് ഓഫ് എനി കൈൻഡ് ഫ്രം എനി പേഴ്സൺ, നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിത്തൗട്ട് ഒബ്റ്റൈനിങ് പ്രയർ പെർമിഷൻ ദി ഗവൺമെൻറ്. അതുപോലെ ഒരു ഗവൺമെൻറ് സർവൻ്റ് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം കൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ അതൊരു ദേശീയമോ വിദേശീയമോ ആയ ഒരു സംഘടനയിൽ നിന്നോ ഒരു അവാർഡ് സ്വീകരിക്കുന്നത് ഒരിക്കലും ശ്ലാഘനീയമല്ല, അതൊരിക്കലും അനുവദനീയവും അല്ല. അത് 37/2001 ഗവൺമെൻറ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു സർക്കുലർ കൂടി ഇറക്കിയിട്ടുള്ളത്. ദെൻ റൂൾ 7, കോംപ്ലിമെൻറ്റ്സ് ആസ് ഫ്ലവേഴ്സ് ഓർ ഫ്രൂട്ട്സ്. എ ഗവൺമെൻറ് സർവൻറ്റ് മേ അക്സെപ്റ്റ് ഫ്രം എനി പേഴ്സൺ എ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓർ ഫ്രൂട്ട്സ് ഓർ സിമിലർ ആർട്ടിക്കിൾസ് ഓഫ് ട്രൈഫ്ലിംഗ് വാല്യൂ, ബട്ട് ദേ ഷാൽ ഡിസ്കറേജ് ദി ടെൻഡർ ഓഫ് സച്ച് ഗിഫ്റ്റ്സ്. അതായത് ആകെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് സ്വീകരിക്കാൻ പറ്റുന്ന സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ബൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്, ഏതെങ്കിലും ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര വിലയുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലാതെ കൺസിഡറബിൾ വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റും ഒരു പരിതസ്ഥിതിയിലും സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് വെഡിങ് ഗിഫ്റ്റ്സ്. A government servant may accept or permit a member of his family to accept from a person who is a personal friend a wedding gift of a value which is reasonable. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് സർവൻ്റ് വിവാഹിതനാകുന്നു അല്ലെങ്കിൽ വിവാഹിതയാകുന്നു, ആ സമയത്ത് സാധാരണ നമ്മുടെ നാട്ടിലെ ആചാരം അനുസരിച്ച് സംഭാവനകളൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംഭാവനകളൊന്നും ഓഫ് കൺസിഡറബിൾ വാല്യൂ ആണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി അങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നർത്ഥം. ദേ ഷാൽ യൂസ് ദെയർ ബെസ്റ്റ് എഫർട്ട് ടു ഡിസ്കറേജ് സച്ച് ആൻ ആക്ഷൻ ആൻഡ് ദി അക്സെപ്റ്റൻസ് ഓഫ് എ ഗിഫ്റ്റ് ഷാൽ ബി റിപ്പോർട്ടഡ് ടു ഗവൺമെൻറ്. അങ്ങനെ ഏതെങ്കിലും പരിതസ്ഥിതിയിൽ ഒരു വിലപിടിപ്പുള്ള സംഭാവന സ്വീകരിച്ചാൽ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ കാര്യം ഉടൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇഫ് ഗവൺമെൻറ് റിക്വയർസ് സോ ദി ഗിഫ്റ്റ് ഷാൽ ബി റിട്ടേൺ ടു ദി ഡോണർ. ഗവൺമെൻറ് വളരെ ഗൗരവമായി ആ വിഷയം കൈകാര്യം ചെയ്യുകയും ആ തന്ന ആളിന് തിരിച്ചു കൊടുത്തേക്കൂ എന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരു ഗവൺമെൻറ് സർവൻ്റ് ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഗിഫ്റ്റ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ വാല്യൂ. ഗിഫ്റ്റ്സ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ വാല്യൂ വിച്ച് ദ ഗവൺമെൻറ് സർവൻറ്റ് കനോട്ട് റിഫ്യൂസ് വിത്തൗട്ട് ഗിവിംഗ് അൺഡ്യൂ ഒഫൻസ് മേ ബി അക്സെപ്റ്റഡ് ബട്ട് ഷാൽ ഡെലിവർ ദ ഗിഫ്റ്റ് ഗവൺമെൻറ് ഫോർ ഡിസിഷൻ ആസ് ടു ഇറ്റ്സ് ഡിസ്പോസൽ. ഇനി ചില പ്രത്യേക പരിതസ്ഥിതികളിൽ നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു സംഭാവന ഒരു ആൾ ഗവൺമെൻറ് സർവൻറ്റിന് നൽകിയാൽ അത് നിരസിക്കുന്നത് ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയിലൊക്കെ എന്തെങ്കിലും കോട്ടം സംഭവിക്കും എന്നുള്ള ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് സ്വീകരിക്കുക, നോ ഹാം. പക്ഷേ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഗിഫ്റ്റ് ഗവൺമെൻറ്റിന് കൈമാറേണ്ടതാണ്. ഗവൺമെൻറ്റിനേക്കത് അതിൻ്റെ ആ സ്വീകരിച്ച ഗിഫ്റ്റ് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ വേണം ആ ഗിഫ്റ്റിൻ്റെ എങ്ങനെ അത് സ്വീകരിക്കണോ നിരസിക്കണോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിടേണ്ടതുമാണ്. Rule 10. Habitual use of vehicles belonging to others. Government servants are forbidden to make habitual use of vehicles and animals belonging to others or to travel free of charge in a vehicle plying for hire. അതുപോലെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗവൺമെൻറ് സർവൻ്റ് ഒരിക്കലും മറ്റൊരാളിൻ്റെ വാഹനത്തിൽ സ്ഥിരമായി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവുകയോ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും അംഗീകരിക്കത്തക്കതല്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ദിവസം വലിയ മഴയായിരുന്നു അല്ലെങ്കിൽ അർജൻറ്റായിട്ട് ഓഫീസിൽ പോകേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ സ്ഥിരമായി ആ ഒരു രീതി തുടരുന്നത് ഒരിക്കലും അനുവദനീയമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ബിലോങ്ങിങ് ടു അതേഴ്സ്, അത് അവരുടെ ഏതെങ്കിലും പിന്നെ മൃഗങ്ങളെയോ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ അവരുടെ പശുവിനെ
നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കിട്ടി അത് നിങ്ങൾ ഉപയോഗിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് എന്നർത്ഥം. Then public demonstration in honor of government servants. No government servant shall, unless with the previous sanction of government, receive any complimentary or valedictory address, accept any testimonial or attend any public meeting or entertainment held in his honor. അതുപോലെ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയൊക്കെ മാനിച്ചോ പുകഴ്ത്തിയോ പ്രകീർത്തിച്ചോ ഒക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതും അതിലേതെങ്കിലും സംഭാവനകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതും അതിൽ എന്തെങ്കിലും ഔദാര്യങ്ങളൊക്കെ പറ്റുന്നതും ഒന്നും ശരിയായ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ സംബന്ധിച്ച് ശരിയായ നടപടികളല്ല, അതൊന്നും അനുവദനീയവും അല്ല. ആൻഡ് take part in such functions to any other government servant or who has recently quitted service. അതുപോലെ ഗവൺമെൻറ് സർവൻ്റ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സർവീസിൽ നിന്ന് പോയ ആളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു പരിപാടികളിലും പങ്കെടുക്കാനും പാടില്ല. ടേക്ക് പാർട്ട് ഇൻ റേസിംഗ് ദ ഫണ്ട് ടു ബി എക്സ്പെൻഡഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ദി സർവീസസ് ഓഫ് എനി അതർ ഗവൺമെൻറ് സർവൻറ്റ് ഓർ എ പേഴ്സൺ റീസെൻ്റ്ലി ക്വിറ്റഡ് സർവീസ്. അതുപോലെ സർവീസിൽ നിന്ന് പോയ ഒരാളിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസ് ചെയ്യുന്നതോ അതിൽ ആകുന്നതോ ഒന്നും ഈ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളല്ല. ദെൻ റൂൾ 12, farewell entertainment of a private or informal character. A government servant may attend a farewell entertainment of a substantially private and informal character held on the occasion of retirement. പക്ഷേ നിങ്ങളുടെ കൂടിയിരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുകയാണ്, ആ റിട്ടയർമെൻറ്റിൻ്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യപരിപാടികളൊക്കെ പങ്കെടുക്കുന്നതൊന്നും കാര്യമായി കണക്കാക്കുന്നതല്ല, അത് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. ദി ഓർഗനൈസേഴ്സ് ഷുഡ് ഡിസ്കറേജ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ പ്രൊസീഡിങ്സ് ഇൻ ദ പ്രസ്. പക്ഷേ അതിനെക്കുറിച്ചൊരു വലിയൊരു പ്രസ് റിലീസോ അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് പത്രത്തിലൊക്കെ എഴുതുകയോ അവർ റിട്ടയർ ചെയ്ത ആളിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ളൊരു പ്രസ് നോട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. The government servant should as a rule discourage his subordinates from organizing such function so that they do not feel bound to organize such a function. അതുപോലെ റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വലിയ ഫംഗ്ഷൻ ഓഫീസിലുള്ള മറ്റെല്ലാവരും കൂടി പണമൊക്കെ മുടക്കി വലിയൊരു ചടങ്ങ് നടത്തുന്നതൊക്കെ ഏറ്റവും ലളിതമായ രീതിയിലാണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ നിലയിൽ അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ട്രവൽസ് എക്സെട്ര അറ്റ് എ സെറിമോണിയൽ ഫംഗ്ഷൻ. നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൽ റിസീവ് എനി ട്രവൽ, കീ ഓർ അതർ സിമിലർ ആർട്ടിക്കിൾസ് ഓഫേർഡ് ടു ഹിം അറ്റ് എ സെറിമോണിയൽ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രവൽ ഏതെങ്കിലും ഒരു ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങളോ കീയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൈമാറുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. ആൻഡ് സച്ച് ആസ് എ ലേയിങ് ഓഫ് എ ഫൗണ്ടേഷൻ സ്റ്റോൺ. ഒരു ഫൗണ്ടേഷൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് സെറിമണിയിലൊക്കെ പങ്കെടുത്ത് ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ സ്വീകരിക്കുന്ന ഒരിക്കലും അനുവദനീയമല്ല. ആൻഡ് ഇഫ് ഹി റിസീവ്സ് ആൻഡ് അക്സെപ്റ്റ് സച്ച് ആൻ ഇൻവിറ്റേഷൻ ഹി ഷാൽ ഇൻഫോം ദ പ്രൊമോട്ടേഴ്സ് ദാറ്റ് നോ പ്രസൻറ്റേഷൻ ഓഫ് എനി കൈൻഡ് ഈസ് മെയ്ഡ്. അങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടി വന്നാൽ മുൻകൂറായിട്ട് തന്നെ എൻ്റെ സംഘാടകരെ അറിയിക്കണം, ഒരു തരത്തിലുള്ള ഗിഫ്റ്റും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതല്ല എന്ന്. ദെൻ റൂൾ 14, റേസിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ്. നോ ഗവൺമെൻറ് സർവൻറ്റ് വിത്തൗട്ട് ദി സാങ്ഷൻ ഓഫ് ഗവൺമെൻറ് ഷാൽ ആസ്ക് ഓർ അക്സെപ്റ്റ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസിംഗ് ഓഫ് എനി സബ്സ്ക്രിപ്ഷൻ or any other pecuniary assistance to take part in any collection of money for any public or local or other purpose. അതുപോലെ തന്നെ ഒരു പക്ഷേ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാകാം ഒരു ഗവൺമെൻറ് സർവൻ്റ് ഏതെങ്കിലും കാരണവശാൽ ഒരു ഫണ്ട് റേസിംഗ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പങ്കെടുക്കുകയോ അതിലെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ് എങ്കിൽ അതിലൊരിക്കലും പങ്കെടുക്കാൻ പാടില്ല. എക്സെപ്റ്റ് they can collect funds from among themselves
for affording financial relief to family members of a deceased government servant. അതേസമയം ഒരു ഗവൺമെൻറ് സർവൻറ്റ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ സാമ്പത്തിക ക്ലേശത്തിലാണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ഞങ്ങൾക്കൊരു സാമൂഹ്യ സേവനത്തിൻ്റെ പാർട്ടായിട്ട് ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഈ നിയമം തടസ്സമല്ല എന്നുകൂടി മനസ്സിലാക്കണം. Then purchase of leave, resignation, etc. No government servant shall enter into any pecuniary arrangement for the resignation of another or for taking leave of any for the benefit of other. Infringement of the rule will result in cancellation of such appointment, leave and even dismissal from service after disciplinary proceedings. അതായത് റൂൾ 15 വളരെ പ്രസക്തമാണ്. ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട്, ഇപ്പോൾ നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു പ്രാക്ടീസൊക്കെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഉണ്ട്. ഒരു 3 മാസത്തേക്ക് ലീവ് എടുപ്പിക്കുക, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ലീവ് എടുപ്പിക്കുക. ആ ലീവ് വേക്കൻസിയിൽ എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. ആ 6 മാസത്തേക്കുള്ള ശമ്പളം അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന ഒരു തുക കൊടുത്തിട്ടായിരിക്കും അയാളെ കൊണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിക്കുന്നതും നിങ്ങൾ അവിടെ പകരക്കാരനായി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ നടപടികൾക്ക് വളരെ സിവിയറായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷന്, അച്ചടക്ക നടപടിക്ക് വിധേയനാകും. ആ ആളിനെ സർവീസിൽ നിന്ന്, 2 പേരെയും സർവീസിൽ നിന്ന് പുറത്താക്കുന്നതിനും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിനും ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കണം. അടുത്ത റൂൾ 16(1) ലെൻഡിങ് ആൻഡ് ബോറോയിങ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചട്ടമാണ്. നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ മണി ലെൻഡിങ്. അതായത് ഒരു ഗവൺമെൻറ് സർവൻറ്റ് ഒരിക്കലും പണം കടം കൊടുക്കുകയോ പലിശയ്ക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന നിയമപരമല്ലാത്ത നടപടികളിൽ ആവാൻ പാടില്ല. ആൻഡ് വിത്തൗട്ട് ഗവൺമെൻറ് സാങ്ഷൻ ലെൻഡ് മണി ടു എനി പേഴ്സൺ പൊസസിങ് ലാൻഡ് വിത്തിൻ ഹിസ് ജൂറിസ്ഡിക്ഷൻ ഓർ അറ്റ് ഇൻട്രസ്റ്റ് ടു എനി പേഴ്സൺ. അതായത് നമ്മുടെ താല്പര്യത്തിന് ആർക്കെങ്കിലും ഇതുപോലെ പണം കൊടുക്കുകയോ അവരിൽ നിന്ന് പലിശ ഈടാക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ബോറോ മണി ഫ്രം എനി പേഴ്സൺ സബോർഡിനേറ്റ് സുപ്പീരിയർ ടു ഹിം ഓർ എനി വൺ എൽസ് വിത്തിൻ ഹിസ് ജൂറിസ്ഡിക്ഷൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ അധികാര പരിധിയിൽ വരുന്ന ഒരാളിൽ നിന്ന് പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തികമായ ഇടപാടുകളിൽ നമ്മൾ പെടുകയോ ചെയ്താൽ അതും കുറ്റകരമാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിൽ ഒരാശയം കൂടിയുണ്ട്. അതായത് പണം ലെൻഡ് ചെയ്യുകയും പണം പലിശയ്ക്ക് കൊടുക്കുകയും പണം പലിശയ്ക്ക് എടുക്കുകയും ചെയ്യുന്ന 2 പ്രവൃത്തികളും ഗവൺമെൻറ് വളരെ നിശ്ചിതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും. കാരണം പണം കടം കൊടുക്കുന്ന ഒരാളായാലും പണം കടം വാങ്ങുന്ന ഒരാളായാലും അയാളുടെ ചിന്തകൾ മുഴുവൻ അതിൻ്റെ കളക്ഷനെ സംബന്ധിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും. ഓഫീസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിൽ ചെലുത്തേണ്ട ശ്രദ്ധ ചെലുത്താതെ പോകും. ഫയലുകളൊന്നും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുകയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെ അത് വളരെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു റൂള് പോലും ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് അപകടങ്ങളും ഇതുവഴിയൊക്കെ സംഭവിക്കാമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആ 2 കാര്യങ്ങളും. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ സാമ്പത്തിക പരിസ്ഥിതി എപ്പോഴും ഭദ്രമായിരിക്കണം എന്ന് ഗവൺമെൻറ്റിന് പ്രത്യേകമായ ഉദ്ദേശവുമുണ്ട്. കാരണം സാമ്പത്തികമായി അലട്ടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ജീവിതത്തിൽ എന്തുമാത്രം അർപ്പണ മനോഭാവത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതും സംശയാസ്പദമാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളെയും ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഡിസിപ്ലിനറി ആക്ഷന് വിധേയമാവും. സോ വിത്തൗട്ട് ഗവൺമെൻറ് സാങ്ഷൻ പെർമിറ്റ് ഫാമിലി മെമ്പേഴ്സ് ടു എൻ്റർ ഇൻ ടു ട്രാൻസാക്ഷൻസ് മെൻഷൻഡ് അബവ്. അപ്പോൾ നിങ്ങൾക്കല്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഈ വിധത്തിലുള്ള ഏതെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങുകയും ചെയ്യണം. ആൻഡ് എക്സെപ്ഷൻ ഡീലിങ്സ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽ ബി സബ്ജക്റ്റ് ടു റിലാക്സേഷൻ ബൈ ഗവൺമെൻറ്. അതേസമയം നമ്മൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിങ്ങൾ അംഗത്വം എടുക്കുകയും അവിടെ നിങ്ങൾ ലോൺ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗവൺമെൻറ് അനുവദനീയമായ കാര്യങ്ങളാണ്.
കാരണം അത് ഗവൺമെൻറ് റിലാക്സ് ചെയ്തിട്ടുണ്ട് മുകളിൽ പറഞ്ഞ റൂള് അക്കാര്യത്തിൽ. ദെൻ റൂൾ 16(2) എ ഗവൺമെൻറ് സർവൻറ്റ് അപ്പോയിൻറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു എ പോസ്റ്റ് as to involving him in the breach of the above rules shall report the circumstances to the government and act as per the orders of the government. അതായത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ ഇൻവോൾവ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഉത്തരവുകൾക്ക് കോട്ടം തട്ടത്തക്ക രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ആണ് അയാൾക്ക് കിട്ടുന്നതെങ്കിൽ ആ കാര്യം ഗവൺമെൻറ്റിനെ മുൻകൂറായിട്ട് അറിയിക്കണം. ഏത് സാഹചര്യത്തിലാണ് അയാളെ ഇങ്ങനെയൊക്കെ, ഇപ്പോൾ ഒരു ഫോറിൻ സർവീസിലൊക്കെ അയക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അയച്ചതെന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗവൺമെൻറ് ഉത്തരവുകൾ പുറപ്പെടുവിക്കും. അതുപോലെ റൂൾ 17 ലോൺസ് ടു ദി ഷുവർട്ടി ഓഫ് സബോർഡിനേറ്റ്. എ ഗവൺമെൻറ് സർവൻറ്റ് മേ ബോറോ മണി ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് വിച്ച് ഹി ഈസ് എ മെമ്പർ ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി ആൻഡ് ദ സെക്യൂരിറ്റി ഷാൽ നോട്ട് ബി ഹിസ് സബോർഡിനേറ്റ് ഗവൺമെൻറ് സർവൻറ്റ്. ഇപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിൽ ചേർന്നു, അവിടുന്ന് ലോൺ എടുക്കുന്നു, അത് പേഴ്സണൽ സെക്യൂരിറ്റിയിൽ സ്വന്തം ജാമ്യത്തിൽ വേണം അങ്ങനെയൊക്കെ ലോൺ എടുക്കാൻ എന്നർത്ഥം. ഒരിക്കലും ഒരു സബോർഡിനേറ്റ് ഗവൺമെൻറ് സർവൻറ്റിൻ്റെ ഷുവർട്ടിയിൽ ലോൺ എടുക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. ദെൻ റൂൾ 18 ലെൻഡിങ് ആൻഡ് ബോറോയിങ്. ദ പ്രൊഹിബിഷൻ ആസ് റിഗാർഡ്സ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് മണി അപ്ലൈസ് ടു ലോൺസ്, ക്രെഡിറ്റ്സ്, അഡ്വാൻസസ്, സപ്ലൈ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അക്കോമഡേഷൻ അറ്റ് unduly low rates or for insufficient consideration and to sales of property for inordinate prices. അതായത് ഈ ലോൺ എടുക്കുന്നതും അല്ലെങ്കിൽ പിന്നെ കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും അതുപോലെ തന്നെ ക്രെഡിറ്റ് പിന്നെ കടം വാങ്ങുന്നതും സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങുന്നതും ഇതിനകത്തൊക്കെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ചെറിയ പലിശയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ വലിയ പലിശയ്ക്ക് കൊടുക്കുക, ഇതൊക്കെ നിങ്ങളെ വ്യക്തിപരമായി മറ്റുള്ളവരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സ്വാധീനിക്കാനോ വഴിവെക്കുന്ന പ്രവൃത്തികളായതുകൊണ്ടാണ് ഇതെല്ലാം ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് നിഷേധിച്ചിരിക്കുന്നത്. സച്ച് എ പ്രൊഹിബിഷൻ ആസ് അബവ് ഇൻ നോ വേ അഫക്ട്സ് പേഴ്സൺ ഹു ഈസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ഓർ ട്രസ്റ്റി വിത്തൗട്ട് പ്രോഫിറ്റ്. അതേസമയം ഏതെങ്കിലും ഒരു ഔദ്യോഗിക നിർവഹണത്തിൽ ഒരു എക്സിക്യൂട്ടറായിട്ട് വരുന്ന ആളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണ നിർവഹണത്തിൽ വരുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി മെമ്പറായിട്ട് വരുന്ന ഒരാളിനോ ഈ മുകളിൽ പറഞ്ഞ കാര്യം ബാധകമല്ല. കാരണം അവിടെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സ്വന്തം താല്പര്യത്തിനല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കും ഈ മാതിരി പ്രവർത്തികൾ ചെയ്യുക. ദെൻ റൂൾ 20 മണി ലെൻഡിങ് ആസ് ആൻ ആൻസിസ്ട്രൽ പൊസഷൻ. എ ഗവൺമെൻറ് സർവൻറ്റ് ബിലോങ്ങിങ് ടു എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഹാവിങ് മണി ലെൻഡിങ് ബിസിനസ് ആസ് ആൻ ancestral profession is exempted provided he takes no active share in the business or is not employed in the areas of transaction of such business. ഇപ്പോൾ കുടുംബപരമായിട്ട് അദ്ദേഹം ഇതുപോലുള്ള ഏതെങ്കിലും മണി ലെൻഡിങ്ങിൽ ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്, അതിലെ ഒരു മെമ്പറാണ് എങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ മറ്റ് ദോഷങ്ങളില്ലെങ്കിൽ ഒരു ആക്റ്റീവ് മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പൂർവ്വകാല മുതൽ തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഓഫീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിനകത്തൊരു ആക്റ്റീവ് മെമ്പറും അല്ല എങ്കിൽ അത് ഗവൺമെൻറ് ഗൗരവമായി എടുക്കുന്ന കാര്യമല്ല. ഓർ എംപ്ലോയിഡ് ഇൻ ഏരിയാസ് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് സച്ച് ബിസിനസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പിന്നെ പങ്കെടുക്കാതിരുന്നാൽ മാത്രം മതി എന്നർത്ഥം. അടുത്ത റൂൾ 21 പെക്യൂനിയറി റിലേഷൻ ഓഫ് ടീച്ചേഴ്സ്. എ ഗവൺമെൻറ് സർവൻറ്റ് എൻഗേജ്ഡ് ഇൻ ടീച്ചിങ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഹാവിങ് പെക്യൂനിയറി റിലേഷൻസ് വിത്ത് എനി പീപ്പിൾ, സ്റ്റാഫ്, ഗാർഡിയൻ ഓഫ് എ സ്കൂൾ ഓർ കോളേജ്. അതായത് ഈ ഗവൺമെൻറ് സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സ് സാമ്പത്തികമായി എന്തെങ്കിലും ബന്ധം കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുമായിട്ടോ പുലർത്തുന്നത് ഒരിക്കലും ശ്ലാഘനീയമല്ല, അത് കുറ്റകരമാണ്. കാരണം ഇപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുക, വലിയ തുകകളൊക്കെ ട്യൂഷൻ ഫീ ആയി വാങ്ങുക, ഇതൊക്കെ ഒരിക്കലും ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള പ്രവർത്തികളിലൊന്നും ഏർപ്പെടാനും പാടില്ല എന്നർത്ഥം. ദെൻ റൂൾ 22 ലിറ്റിഗേഷൻ. നോ ഗവൺമെൻറ് സർവൻറ്റ് ഷാൽ ടേക്ക് ഓർ ട്രാൻസ്ഫർ ഇൻ ഹിസ് നെയിം any actionable claim or concern himself in any litigation
ഇൻ വിച്ച് ഹി ഹാസ് നോ ഡയറക്റ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു ഗവൺമെൻറ് സർവൻ്റ് ഒരിക്കലും ഒരു പൊതു താല്പര്യത്തിനെ മുൻനിർത്തിയാലും ഒരു ഹർജിയിൽ ചെന്ന് പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ നിയമപരമായ ഒരു കുരുക്കിൽ ചെന്ന് പെടുകയോ ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതൊന്നും ഒരിക്കലും അനുവദനീയമല്ല എന്നല്ല. In no way he should be a part of the litigation. Then rule 23, lease, sale or lease of government land. No government land may be sold or granted on lease to any government servant unless it is with the orders of Board of Revenue or with the sanction of government. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ഒരിക്കലും ലീസിനോ ഒരു ഗവൺമെൻറ് സർവൻറ്റിന് നൽകാൻ പാടില്ല, അൺലെസ് ഇറ്റ് ഈസ് വിത്ത് ദി ഓർഡേഴ്സ് ഓഫ് ദി ബോർഡ് ഓഫ് റവന്യൂവിൻ്റെ മുൻകൂർ അനുവാദം കൂടാതെ ഈ മാതിരി പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. റൂൾ 24, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഹൗസ് ആൻഡ് അതർ വാല്യുബിൾ പ്രോപ്പർട്ടി. എ ഗവൺമെൻറ് സർവൻറ്റ് ഇൻറ്റൻഡിങ് ടു ബൈ ഓർ സെൽ movable or immovable property of value exceeding ₹1,000 shall declare his intention to government and declare the price offered or demanded. The method of disposal shall also be declared, and the declaration of the intention to transact shall be in form prescribed in Appendix B. അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഏതെങ്കിലും തരത്തിലുള്ള വീടോ അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടിയോ വിൽക്കുന്നതും വാങ്ങുന്നതും ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി ആയിരിക്കണം എന്നർത്ഥം. പക്ഷേ ഇതിലിവിടെ പറഞ്ഞിരിക്കുന്നത് ₹1,000 ആണ്. ഇത് 1960 റൂളാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഈ തുക പഴയ റൂളിലുള്ളത് തന്നെയാണ്. ഇത് ഇപ്പോഴും റൂളിൽ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വാല്യുബിളായിട്ടുള്ള ഒരു ബൈയിങ്ങും സെല്ലിങ്ങും, ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് സ്ഥലവും നിങ്ങൾ വാങ്ങുകയാണ്, അല്ല യു ആർ അക്വയറിങ് എ പ്രോപ്പർട്ടി ഓർ യു ആർ സെല്ലിങ് എ പ്രോപ്പർട്ടി, ദെൻ അപ്പോൾ നിങ്ങൾക്കറിയാം ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടിയെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളെല്ലാം നിങ്ങൾ ഗവൺമെൻറ്റിനെ മുൻകൂറായിട്ട് തന്നെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ബിഹൈൻഡ് ദിസ് റൂൾ ഓൾസോ ദർ ഈസ് എ തോട്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, അപ്പോൾ നിങ്ങളുടെ അത് ഗവൺമെൻറ്റിനെ അറിയിക്കുമ്പോൾ നാച്ചുറലി ഗവൺമെൻറ് വിൽ അസർട്ടൈൻ ദ സോഴ്സ് ഫ്രം വിച്ച് യു ആർ റൈസിങ് ദ ഫണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും, അതുപോലെ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ആ സോഴ്സ് ഓഫ് ഫണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നും, ഇതൊക്കെ നിയമപരമായ നടപടികളിലൂടെയാണോ നിർവഹിക്കുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു റൂള് കൂടി ഇങ്ങനെയൊരു ചട്ടം രൂപീകരിച്ചിരിക്കുന്നത്. അടുത്തത് റൂൾ 24A ആണ്, അക്വയറിംഗ് പൊസഷൻ ഓഫ് ആൻറ്റിക്വിറ്റി. അതായത് ഒരു പുരാവസ്തു നിങ്ങളുടെ കൈവശം വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാന വിഷയം. അത് റൂൾ 24A പറയുന്നത് whenever a government servant acquires possession of any antiquity, he shall immediately inform the government and get sanction to keep it in his possession. If he gets a possession of any article having the appearance of antiquity, he shall verify from archaeology department whether it is antiquity or not. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു പുരാവസ്തു നിങ്ങളുടെ കൈവശം വരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ ആ വിവരം ഗവൺമെൻറ്റിനെ നിശ്ചയമായും അറിയിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു സാധനം അത് ആൻറ്റിക്വിറ്റി ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പുരാവസ്തു ഗവേഷണ വകുപ്പിനെ അറിയിച്ച് അവരുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. പുരാവസ്തു ആണെങ്കിൽ ഒരിക്കലും അത് ഒരു ഗവൺമെൻറ് സർവൻറ്റിൻ്റെ കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണെന്നറിയുക. ആൻഡ് ഐറ്റംസ് ഓഫ് ആൻറ്റിക്വിറ്റി, ഇനി ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? പുരാവസ്തുവായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഐറ്റംസ്, എക്സാമ്പിൾസ് ഞാൻ പറയാം. എനി കോയിൻ ഓർ സ്കൾപ്ചർ, മാനുസ്ക്രിപ്റ്റ്, എപ്പിഗ്രാഫ് വർക്ക്സ് ഓഫ് ആർട്ട്. അപ്പോൾ ഇതൊക്കെ ആൻറ്റിക്വിറ്റി പുരാവസ്തുക്കളാണ്. പഴയ കോയിനുകൾ, അല്ലെങ്കിൽ ലിഖിതങ്ങൾ, അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ്, ദെൻ എപ്പിഗ്രാഫ് വർക്ക്സ് ഓഫ്, അതായത് ഈ അമ്പലങ്ങളുടെ അവിടെയൊക്കെ അതുപോലുള്ള എപ്പിഗ്രാഫുകളൊക്കെ ഉണ്ടല്ലോ, അതായത് കൊത്തുപണികൾ, ശിലാഫലകങ്ങൾ, ഇതൊക്കെ ആൻറ്റിക്വിറ്റിയുടെ ഡെഫിനിഷനിൽ വരുന്നതാണ്. എനി ആർട്ടിക്കിൾ ഡിറ്റാച്ച്ഡ് ഫ്രം എ ബിൽഡിംഗ് ഓർ കേവ്, പഴയ ഏതെങ്കിലും ഗുഹയിൽ നിന്നോ
അല്ലെങ്കിൽ വളരെ പുരാതനമായ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഒക്കെ ഈ പുരാവസ്തുവിൻ്റെ ഡെഫിനിഷനിൽ വരും. എനി ഓബ്ജക്റ്റ് ഇല്ലിസ്ട്രേറ്റീവ് ഓഫ് ബൈഗോൺ ഏജസ്, അതായത് കഴിഞ്ഞ കാലങ്ങളെ വളരെ പഴയ കാലത്തെ ഏതെങ്കിലും ഒരു വസ്തു, അതിനെയും പുരാവസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എനി ആർട്ടിക്കിൾ ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു വസ്തു. ആൻഡ് എനി ആർട്ടിക്കിൾ ഡിക്ലെയർഡ് ബൈ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ടു ബി ആൻറ്റിക്വിറ്റി, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു വസ്തു പുരാവസ്തുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിധ വസ്തുക്കളൊന്നും തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സ്വന്തം കയ്യിൽ വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂറായിട്ടുള്ള നിയമപരമായ അനുവാദം കൂടാതെ ഇത് കയ്യിൽ വെക്കാൻ പാടില്ല എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കോണ്ടക്ട് റൂൾസിൻ്റെ 24A വരെയുള്ള റൂളുകളാണ് കണ്ടത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം. എല്ലാവർക്കും ഇത്രയും നേരം എന്നോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. So we will meet in another episode. Thank you very much.